ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ പറഞ്ഞത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര മന്ത്രിസഭ രാംനാഥ് കോവിന്ദ് റിപ്പോർട്ട് അംഗീകരിക്കുന്നു. റിപ്പോർട്ട് നടപ്പാക്കുമെന്ന ഉറച്ച വിശ്വാസവും സർക്കാർ വൃത്തങ്ങൾ പുലർത്തുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ലോക്സഭയിൽ പോലും കേവല ഭൂരിപക്ഷം മാത്രമാണ് സർക്കാരിനുള്ളത്. ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാനുള്ള 2/3 ഭൂരിപക്ഷം ഇരു സഭകളിലും NDAയ്ക്കും BJPക്കുമില്ല. ലോക്സഭയിൽ ആകെ 292 സീറ്റ് മാത്രമാണ് NDAയ്ക്കുള്ളത്. 364 പേരുടെ പിന്തുണ വേണം ബില്ല് പാസാക്കാൻ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളെ കൂടി ചേർത്ത് 121 പേരുടെ പിന്തുണ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് 245 അംഗ രാജ്യസഭയിലുള്ളത്. 164 പേരുടെ പിന്തുണയാണ് 1/3 ഭൂരിപക്ഷത്തിന് വേണ്ടത്. സഖ്യത്തിലുള്ള ജനതാദൾ യുണൈറ്റഡും LJPയും മാത്രമാണ് പരസ്യമായി ഇക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുള്ളത്. തെലുഗുദേശം അടക്കമുള്ളവ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. സഭയിൽ ഹാജരുള്ള അംഗങ്ങളുടെ 1/3 എന്നതാണ് വ്യവസ്ഥ എന്നതും ശ്രദ്ധേയമാണ്. സർക്കാർ നീക്കത്തെ പാർലമെന്റിൽ എതിർക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഒറ്റ തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ ഈ നിലപാട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. സമിതി മുമ്പാകെ നിലപാടറിയിച്ച 15 പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പല വർഷങ്ങളിലുള്ള തെരഞ്ഞെടുപ്പാണ് വേണ്ടതെന്നും അഭിപ്രായമുയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി നയങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരുകൾക്ക് ഇതിലൂടെ സാധിക്കുമെന്ന് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി പറഞ്ഞു. ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്താനും രാഷ്ട്രീയക്കാരും പാർട്ടികളും നിർബന്ധിതമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചയ്ക്കുള്ള വിഷയത്തിനപ്പുറം ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിന് എത്രത്തോളം പിന്തുണയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.